എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ പ്രഭാത ധ്യാനത്തിനായി 63-ാം സങ്കീർത്തനം 1-ാം വാക്യം. സങ്കീർത്തനം 63-1. ദൈവമേ, നീ എൻ്റെ ദൈവം, അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവമേ, നീ എൻ്റെ ദൈവം. നിഷ്ക്രിയത്വത്തിൻ്റെ സങ്കീർത്തനം എന്നറിയപ്പെടുന്ന സങ്കീർത്തനമാണ് ഇത്. ഇതിൻ്റെ രചയിതാവായ ദാവീദ് യഹൂദ്യ മരുഭൂമിയിലിരിക്കുമ്പോൾ എഴുതിയ മനോഹരമായ ഒരു ഗാനം. മരുഭൂമി ആർക്കും ഒരു പ്രതീക്ഷയും തരുന്നതല്ല. ജീവൻ്റെ നാമ്പുകളൊന്നും അവിടെ തളിരിടുന്നില്ല. എന്നാൽ ദൈവത്താൽ അഭിഷിക്തനായ ദാവീദ് ആഗ്രഹിക്കാതെയും പ്രതീക്ഷിക്കാതെയും മരുഭൂമിയുടെ അവസ്ഥയിൽ കഴിയേണ്ടി വന്നു. മരുഭൂമിയിലെ അന്തരീക്ഷത്തിൻ്റെ പ്രതിഫലനം അവൻ്റെ ജീവിതത്തെയും ചിന്തകളെയും ബാധിച്ചു. ഉള്ളം കൊണ്ട് ദൈവ സാമീപ്യത്തിനായി കേഴുകയാണ്. മരുഭൂമിയിലെ കൊടും ചൂടിൻ്റെയും കൊടും തണുപ്പിൻ്റെയും മധ്യത്തിൽ ദാവീദ് നേരിടുന്ന 3 അവസ്ഥകളെ പറ്റിയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഒന്ന്, വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശം. ഭൗമികമായി ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത് എന്ന് ദാവീദ് പറയുന്നു. ഈ അവസ്ഥ തൻ്റെ ആത്മീക ജീവിതത്തെയും ബാധിച്ചിരിക്കുന്നു. കൊടും ചൂടിൻ്റെ കാഠിന്യത്തിൽ മഴയും കൂടെ ലഭിക്കാതിരിക്കുമ്പോൾ ഭൂമിക്ക് തൻ്റെ ജലാംശം മുഴുവൻ നഷ്ടപ്പെടുന്നു. ഒന്നും മുളപ്പിക്കാൻ കഴിയാത്ത വന്ധ്യതയുടെ അനുഭവവും പ്രതികരിക്കാൻ കഴിയാത്ത നിർജീവതയുടെ അനുഭവവും സ്വായത്തമാകുന്നു എന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് അനേക ജീവിതങ്ങൾ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. എല്ലാം അറിയാമെങ്കിലും തള്ളിക്കളയുന്ന മനോഭാവമുള്ള മത്സരികൾക്ക് വന്നു ഭവിക്കുന്ന അവസ്ഥയാണ് ഇത്. ഏത് തോട്ടത്തിൻ്റെയും അല്ലെങ്കിൽ ഏത് തോട്ടത്തെയും സസ്യത്തെയും പ്രയോജനമുള്ളതും മനോഹരവുമാക്കി തീർക്കുന്നത് ജലാംശമാണ്. ഇത് നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ തനിമയും ഭംഗിയും നഷ്ടപ്പെട്ട് ഉണങ്ങിയ അനുഭവത്തിലേക്ക് വന്നു പതിക്കുന്നു. ദൈവവചനം മഞ്ഞുപോലെയും ഇളം പുല്ലിന്മേൽ പൊടിമഴ പോലെയും സസ്യത്തിന്മേൽ മാരി പോലെയും അരിഞ്ഞ പുൽപ്പുറത്ത് ഘോരമാരി പോലെയും ക്രിയ ചെയ്യുമെന്ന് ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. എന്നാൽ ഇന്ന് സങ്കീർത്തനക്കാരൻ എന്തിനോ വേണ്ടി അത്യധികമായി ദാഹിക്കുന്നു. ദൈവത്തിൻ്റെ ബലവും മഹിമയും ഒന്നുകൂടെ കാണാനുള്ള ഉത്കടമായ വാഞ്ചയോടെ ഇരിക്കുന്ന അനുഭവമാണ് നമ്മൾ കാണുന്നത്. ഒരു കാലത്ത് ദൈവത്തിൻ്റെ മഹത്വം ദാവീദ് കാണാനും ആലയത്തിൽ പാർക്കാനും ഏറ്റവും ആഗ്രഹിച്ചവനാണ്. ആ അനുഭവത്തിൽ ധാരാളം ആനന്ദിച്ചവനുമാണ്. എന്നാൽ ഇന്ന് അവൻ കാണുന്നത് ഉണങ്ങി വരേണ്ട അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ ആഗ്രഹിക്കാൻ 3 കാര്യങ്ങളേ ഉള്ളൂ. 1, നിന്റെ ബലം. 2, നിന്റെ മഹത്വം. 3, ജീവനേക്കാൾ നല്ല നിന്റെ ദയ. ഇവയിൽ ആശ്രയിക്കുമ്പോൾ ജീവകാലമൊക്കെയും വാഴ്ത്താനും നിന്റെ നാമത്തിൽ കൈകളെ മലർത്താനുമുള്ള കൃപയാണ് ലഭിക്കുന്നത്. ആശ്രയിക്കുന്നതിൻ്റെ മഹത്വം ഇവിടെ നമ്മൾ കാണുന്നു. 2, എൻ്റെ കിടക്കയിൽ ഞാൻ നിന്നെ ധ്യാനിക്കുന്നു എന്നാണ്. രോഗക്കിടക്കയിലും വിശ്രമവേളയിലും പ്രവർത്തനങ്ങളെല്ലാം നിർത്തിവച്ചിരിക്കുന്ന ഒരു സമയമാണ്. ആ അവസ്ഥയിൽ ഒന്ന് മാത്രം ഓർക്കുന്നതാണ് നല്ലത്. വായിച്ച കഥകൾ, കണ്ട സിനിമകൾ, മറ്റുള്ളവരോട് അസുഖകരമായ ചിന്തകൾ, ഇവയൊന്നും ഓർക്കാനുള്ള സമയമല്ല. ദൈവത്തിൻ്റെ നാമം മാത്രം ഓർക്കുന്ന അനുഭവങ്ങളാണ്. നമുക്കായി ചൊരിഞ്ഞ കർത്താവിൻ്റെ
രക്തത്തെ ധ്യാനിക്കണം. അനുഗ്രഹകരമായ വാഗ്ദത്തങ്ങൾ ഓർക്കണം. നമ്മൾ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന സംഗതികളാണ് നാം ഏത് തരത്തിലുള്ള വ്യക്തികളാണെന്ന് നിർണയിക്കപ്പെടുന്നത്. മൂന്നാമത്, നേരം പോകാത്ത രാത്രിയുടെ യാമങ്ങളെക്കുറിച്ച് ദാവീദ് ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ കൂരിരുട്ടിൻ്റെ അനുഭവമാണ് ചിത്രീകരിക്കുന്നത്. നേരം വെളുക്കാനായി കാത്തിരിക്കുന്ന അവസ്ഥയാണ്. തിരുവചനം ധ്യാനിക്കാൻ പറ്റിയ സന്ദർഭം. ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും കൂരിരുട്ടിൻ്റെ അനുഭവം എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. അപ്പോൾ മറ്റൊന്നും ചെയ്യാനില്ല, തിരുവചനം ധ്യാനിച്ചാൽ മാത്രം മതി. ആരുമില്ലെന്ന് തോന്നുമ്പോൾ ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല എന്ന് പറഞ്ഞ ദൈവത്തെ ധ്യാനിക്കണം. അപകടത്തിൽപ്പെടുമ്പോൾ നീ എനിക്ക് മറവിടമാകുന്നു, നീ എന്നെ കഷ്ടത്തിൽ സൂക്ഷിക്കും എന്ന് പറഞ്ഞവനെ ധ്യാനിക്കണം. വഴി അറിയാതെ ഉഴലുമ്പോൾ ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും എന്ന് പറഞ്ഞവനെ ധ്യാനിക്കണം. കഠിന ശോധനയുടെ അനുഭവങ്ങളിൽ അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞ ദൈവത്തെ നമ്മൾ ഓർക്കണം. ഭാരം ചുമന്ന് തളരുമ്പോൾ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവീൻ എന്ന് പറഞ്ഞ കർത്താവിനെ ധ്യാനിക്കണം. കൂട്ടുകാരുടെ സ്നേഹത്തിനായി ദാഹിച്ച് കേഴുമ്പോൾ യഹോവയുടെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും എന്ന് പറഞ്ഞവനെ ധ്യാനിക്കണം. എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് തോന്നുമ്പോൾ ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമാണ് എന്ന വാക്യത്തിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. വാർദ്ധക്യത്തിൻ്റെ പരിക്ഷീണതയിൽ നരയ്ക്കുവോളം ചുമക്കാമെന്ന് പറഞ്ഞവനെ ഓർക്കാം. അപ്രതീക്ഷിതമായ അനർത്ഥത്തിൻ്റെ നടുവിൽ കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾക്കിടയിൽ ഉത്തരമരുളുന്നവനെ നമ്മൾ കണ്ടെത്തണം. വീഴാൻ തുടങ്ങുമ്പോൾ കാൽ കല്ലിന്മേൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് കൈകളിൽ വഹിക്കാമെന്ന് പറഞ്ഞവനെ ഓർക്കണം. നമ്മൾ ബലഹീനരാകുമ്പോൾ ബലഹീനതയിൽ ശക്തി തികയ്ക്കുന്ന കൃപ തരുന്ന ദൈവത്തെ ധ്യാനിക്കണം. അങ്ങനെ വ്യത്യസ്തമായ അനുഭവ ധ്യാനങ്ങൾ നമുക്കുണ്ടാകും. ജീവിതത്തിൻ്റെ പരുപരുത്ത ചില യാഥാർത്ഥ്യങ്ങൾ നമ്മളെ വല്ലാണ്ട് വിഷമിപ്പിക്കും. ആ സന്ദർഭങ്ങളിലെല്ലാം ഓർത്ത് ധ്യാനിച്ച് പ്രത്യാശയുള്ളവരായി തീരാൻ നമുക്ക് വചനം അനവധിയായി വിശുദ്ധ വേദപുസ്തകത്തിലൂടെ ദൈവം നൽകിയിരിക്കുന്നു. എന്തിനാണ്? കൂടുതൽ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങൾക്കും പറ്റിയതായ വിലയേറിയ വാഗ്ദത്തങ്ങൾ ദൈവവചനത്തിലുണ്ട്. ഇവയൊക്കെയും ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ സമൃദ്ധമായ കൃപയും സമാധാനവും ആനന്ദവും ആശ്വാസവും നമ്മൾ പ്രാപിക്കുന്നു എന്നുള്ളത് അനുഭവിച്ചറിയേണ്ടുന്ന വാസ്തവമാണ്. ഈ മൂന്ന് അവസ്ഥകളിലും ഓർക്കേണ്ട കാര്യങ്ങൾ അവിടെ ദാവീദ് പറയുന്നു: ദാഹിക്കുക, ഓർക്കുക, ധ്യാനിക്കുക. ഉത്കടമായ ദാഹമുണ്ടെങ്കിലേ ഓർക്കാനും ധ്യാനിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി വരുത്തുന്ന ദൈവം. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഈ ഒരു വലിയ തിരിച്ചറിവിലേക്ക് പ്രവേശിക്കാം. ഏകാന്തരായി വിടുകയില്ല എന്ന് പറഞ്ഞവൻ നമ്മോട് കൂടെയുണ്ട്. മരുഭൂമിക്ക് സമാനമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് വചനധ്യാനത്തിലൂടെ അതിനെ മറികടന്ന് ജീവിതത്തിൻ്റെ സമൃദ്ധിയിലേക്ക് പ്രവേശിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം. രാത്രിയിൽ ലഭിച്ച നിദ്രയ്ക്കായി, വിശ്രമത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. പുതിയ ദിനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവേ, ജീവിതത്തിൻ്റെ മരുഭൂമിക്ക് സമാനമായ അനുഭവങ്ങൾ ഞങ്ങൾക്കെതിരായി വരുമ്പോൾ അങ്ങയുടെ വചനത്തെ ഓർക്കുവാനും ധ്യാനിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നന്നായി വിശ്വസ്തയോടെ ചെയ്യാനുള്ള കൃപയും ഊർജവും നൽകണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പിന്നിട്ട ജീവിതത്തിൻ്റെ വഴികളിൽ ലഭിച്ച ദൈവകൃപയെ ഓർത്ത് ധ്യാനിച്ച് പുതിയ വർഷത്തിലേക്ക് പ്രതീക്ഷയോടെ പ്രവേശിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ എല്ലാവരെയും സഹായിക്കണമേ. യേശുമശിഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക കൃപയും അനുഗ്രഹവും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.